ബേബി ഗേളിന് ശേഷം നിവിന്റെ അടുത്ത ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണനുമായി നിവിൻ ആദ്യമായി കൈകോർക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിലും ട്രെയിലറും ഫെബ്രുവരി 17-ന് പുറത്തുവിടുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ടൈറ്റിലും ട്രെയിലറും പുറത്തുവിടുമെന്ന് അറിയിച്ച പോസ്റ്ററുകളാണ് ഇപ്പോൾ സിനിമാ പേജുകളിലെ പ്രധാന ചർച്ച. പുറത്തുവിട്ട 2 പോസ്റ്ററുകളും സൂചിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറാണ് ഈ പ്രോജക്ട് എന്നാണ്. എന്നാൽ 2 പോസ്റ്ററുകൾക്കും ഹിറ്റ് ചിത്രമായ ലൂസിഫറിന്റെയും എമ്പുരാന്റെയും പോസ്റ്ററുകളുമായി ചെറുതില്ലാത്ത സാമ്യമുണ്ട്. നിവിന്റെ എമ്പുരാനാകുമോ ഈ ചിത്രമെന്നാണ് പലരും തമാശ രൂപത്തിൽ ചോദിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെ രചന. ക്രിസ്റ്റഫറിന് ശേഷം ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഹിറ്റാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സർവ്വം മായയ്ക്ക് ശേഷം നിവിൻ കമ്മിറ്റ് ചെയ്ത പ്രോജക്ട് താരത്തിന്റെ കരിയറിലെ രണ്ടാമത്തെ പൊളിറ്റിക്കൽ ചിത്രമാണ്. 2016-ൽ റിലീസായ സഖാവാണ് നിവിന്റെ ആദ്യ പൊളിറ്റിക്കൽ ത്രില്ലർ. 10 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പൊളിറ്റിക്കൽ ചിത്രവുമായി നിവിൻ എത്തുകയാണ്. വൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രത്തിൽ രാഷ്ട്രീയക്കാരനായി നിവിൻ വേഷമിടുമ്പോൾ ആരാധകർക്കും പ്രതീക്ഷകളേറെയാണ്. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലായി 90 ദിവസത്തെ ഷൂട്ടായിരുന്നു ചിത്രത്തിന്. മാർച്ച് 19-ന് ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ പദ്ധതിയിടുന്നത്. ആട് 3, ദുരന്തർ 2, ടോക്സിക് എന്നീ വമ്പൻ സിനിമകൾക്കൊപ്പമാണ് ചിത്രം ക്ലാഷിനെത്തുന്നത്. 3 വലിയ സിനിമകൾക്കൊപ്പം റിലീസ് ചെയ്യുമ്പോൾ ചിത്രത്തിന് വേണ്ടത്ര സ്ക്രീനുകൾ ലഭിക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. ഗോകുലം മൂവീസും ആർ ഡി ഇല്ലുമിനേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.